കുറ്റം പറയുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഒരിക്കലും ഒരു അവസരങ്ങളും ആരോടും ചോദിച്ച് നടന്നിട്ടില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ വിനിയോഗിക്കുന്നു. ചെറിയ പൈസയിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ മക്കളെ നോക്കുന്നു, അത്രേ ഉള്ളൂ. അതിനകത്തിപ്പോൾ കുറ്റം കണ്ടെത്തിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പഞ്ചായത്തിൽ ഐശ്വര്യ റായി എന്ന് കാണിച്ചു. കേരളത്തിലും വന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും രണാസുനയിലേക്ക് തന്നെ പോവാണ്. കാരണം രണാസുനയാണ് കണ്ടന്റ്, എല്ലാവരുടെയും കണ്ടന്റ് രണാസുന തന്നെയാണ്. പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? ഞാനും രണാസുന കണ്ടന്റ് അങ്ങോട്ട് എടുത്തു. കാരണം നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഓൺലൈൻ മീഡിയക്ക് ഇതുപോലുള്ള ചില ബൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളത് കാണാതെ പോകുന്നത് ശരിയാണോ? അപ്പോൾ രണാസുന പറയുന്നത്, ഞാൻ വീട്ടിൽ ഇരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എൻ്റെ കുടുംബം നോക്കണം, കുട്ടികളെ നോക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഇത് തുടർന്നേ പറ്റുള്ളൂ. എന്നെ കുറ്റം പറയുന്നവർ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് രണാസുനയുടെ വാദം. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ കുറച്ച് കാര്യമില്ലാതില്ല. കാരണം ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ്, അവരുടെ മക്കളെ നോക്കണം, കുടുംബം നോക്കണം. അപ്പൊ അതിനുവേണ്ടി അവർക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ. ചെയ്യട്ടെ, അവർക്ക് കിട്ടുന്ന ജോലികൾ ഇപ്പൊ അഭിനയം ആയിക്കോട്ടെ, അല്ലെ ഇനാഗ്രേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ അവർ ചെയ്യട്ടെ. പക്ഷേ അതിലൊക്കെ ഇവരുടെ കുറച്ചൊരു കുന്നായ്മത്തരമുണ്ട്. ചില മീഡിയക്കാരോട് ഇവർ പറഞ്ഞു വെക്കും, ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം. അതുപോലെ അവർക്കറിയാം, നല്ല വ്യക്തമായിട്ട് അവർക്കറിയാം, നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോയാൽ റീച്ച് ഉണ്ടാവില്ല. അതേസമയം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് നിക്കക്കളിയുള്ളൂ. ഇവരിപ്പോ ഈ ഇത്ര ആൾക്കാരെ ഇനാഗ്രേഷനും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പരിപാടിക്ക് വിളിക്കുന്നത് എന്ത് കണ്ടിട്ടാന്നാ നിങ്ങൾ വിചാരിക്കുന്നേ? അവരിപ്പോ സോഷ്യൽ മീഡിയയിലെ ഒരു താരമാണ്. അപ്പൊ അവരെവിടെയെങ്കിലും വരുന്നു എന്ന് അറിയുമ്പോൾ ഈ താരത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ. അതുകൊണ്ടാണ് എന്തെങ്കിലും കട ഉദ്ഘാടനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ ഡാൻസ് കളിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന താരത്തിനെ വിളിക്കുന്നത്. ഇവരൊരു റീൽ ആദ്യമായിട്ട് അഭിനയിച്ചായിരുന്നല്ലോ, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായ ഒരു റീലായിരുന്നു. അവിടെ നിന്നാണ് അവരുടെ ആ ഒരു നല്ല കാലം തുടങ്ങുന്നത്. പിന്നീട് അവരങ്ങോട്ട് മനസ്സിലാക്കി, നല്ല രീതിയിലുള്ള വീഡിയോസ് ഒന്നും ചെയ്താൽ റീച്ച് ഉണ്ടാവില്ല, പകരം കുറച്ച് വിവാദമാകുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കിട്ടുന്ന റീൽസുകളും വീഡിയോസ് ഒക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ ആ ഒരു വഴി അവർ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എല്ലാ കാലത്തും ഈ ഒരു റീച്ചും ഈ ഒരു പ്രശസ്തിയും ഉണ്ടാകുമെന്നൊന്നും രണാസുന വിചാരിക്കേണ്ട. കുറച്ചു നാൾ കഴിയുമ്പോൾ അടുത്തൊരു സോഷ്യൽ മീഡിയ താരം വരുമ്പോഴത്തേക്കും ഈ പറയുന്ന മീഡിയക്കാർ ഉൾപ്പെടെ അവരുടെ പുറകെ അങ്ങ് പോകും. അപ്പൊ ഈ രണാസുനയെ ആർക്കും വേണ്ടാതെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ എന്തായാലും കിട്ടുന്ന അവസരത്തിൽ നല്ല രീതി മുതലാക്കിക്കോ. അത് ഇനാഗ്രേഷൻസ് ആയാലും പരിപാടിയാണെങ്കിലും നല്ല രീതി പൈസ മേടിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നല്ല കാര്യമാണ്. പിന്നെ അവര് തന്നെ പറയുന്നുണ്ട്, എന്നെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്, അവരും ജീവിക്കട്ടെ എന്ന്. അതെ, ഇതുപോലുള്ള റിയാക്ഷൻ ചാനലുകാര് വീഡിയോ ചെയ്ത് തന്നെയാണ് ഇവർ ഇത്രത്തോളം ഒരു പ്രശസ്തിയിലോട്ട് എത്തിയത് എന്ന് പറയുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ട് തന്നെ അറിയാം, രണാസുന നല്ല വഴിയിൽ കൂടി മാത്രം ആണ്, അല്ലെങ്കിൽ നല്ല വീഡിയോസും നല്ല രീതിയിൽ മാത്രമാണ് ഇത്രത്തോളം പ്രശസ്തിയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും രണാസുനയുടെ കുറെ തള്ളുകൂടെ ഉണ്ട്, അതുകൂടെ കാണാം. ഇപ്പൊ ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടാൻ കാരണം ഇപ്പൊ ശരീരം കാണിച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാണ് രേണുസുതി വരുന്നത്. അല്ല, അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാന് നെഗറ്റീവ് കമന്റ്സ് നോക്കി ഞാൻ റിപ്ലൈ എന്റെ 2 പിള്ളേരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കാൻ ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഒരു നെഗറ്റീവ് കമന്റ്സ് നോക്കണ്ട. കാരണം ഇവര് ഓരോ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോഴും ഞാൻ അത് ചവിട്ടി കയറുന്നതല്ലാതെ ഞാൻ താഴെ കിടക്കുന്നില്ല. ഓരോ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം, ഓരോ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൽബം ആണേലും ഇനോഗ്രേഷൻ ആണെങ്കിലും എനിക്കൊരു സന്തോഷമാണ്. ഞാൻ ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇനോഗ്രേഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അനുഗ്രഹം എനിക്കുണ്ടാവും. പിന്നെ മറ്റുള്ളവർ അവർക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് തളർത്താനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ടേ ഇത് തീർന്ന് ഞാൻ വീട്ടിൽ ഇരിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ രേണുസുതി പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? എത്ര നെഗറ്റീവ് കമന്റ് വന്നാലും അത് രേണുസുതിക്ക് ഉയർച്ച തന്നെയാണ്. അതിപ്പോ കമന്റ് ആയിക്കോട്ടെ, അല്ലെ വിമർശനങ്ങളായിക്കോട്ടെ, അതാണ് അവരെ ഇത്രത്തോളം പ്രശസ്തിയിൽ എത്തിച്ചത്. അത് അവര് തന്നെ സമ്മതിച്ചു.
അതുപോലെ അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കമന്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്നിട്ട് അവരത് നിർത്തിയെന്ന്. കാരണം അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഉയർച്ചയുള്ളൂ. പിന്നെ അവര് പറഞ്ഞത് കേട്ടില്ലേ, അവരോട് ആ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഇനാഗ്രേഷൻസിനൊക്കെ വരുമ്പോഴത്തേക്ക് എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വരുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ആരോ പറഞ്ഞു. ഇതൊക്കെ സത്യം പറഞ്ഞ ഈ ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാരെയൊക്കെ ഉണ്ടല്ലോ ആദ്യം അടിച്ചു ഓടിക്കണം. എങ്കിൽ തന്നെ ഉണ്ടല്ലോ രേണുസുതി കുറച്ച് ഒതുങ്ങും. കാരണം എനിക്ക് തോന്നുന്നു ഈ മീഡിയക്കാരെ രേണു തന്നെ പൈസ കൊടുത്ത് കൊണ്ടു നടക്കുന്നതാന്ന് തോന്നുന്നു. കാരണം കുറച്ച് മെയിൻ മീഡിയക്കാരുണ്ട്. രേണു എവിടെയുണ്ടോ അവിടെ ഇവര് പൈസ കൊടുത്താന്ന് തോന്നുന്നു ഇവരെ കൂടെ കൊണ്ട് നടക്കുന്നത്. കാരണം റീച്ച് വേണമല്ലോ. അപ്പൊ അവരോട് പറയുമെന്ന് തോന്നുന്നു ഇന്ന ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞ് ചോദിപ്പിക്കുന്നതാന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. രേണുസുതി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ശരീരത്തെ എന്ത് കാണാനാണ്, എന്ത് കാണിക്കാനാണെന്ന്. ഇപ്പൊ രേണു തന്നെ സ്വയം പറഞ്ഞത് കേട്ടില്ലേ, രേണുവിന്റെ ശരീരത്തെ എന്ത് കാണിക്കാനിരിക്കുന്നു, എന്ത് കാണാനാണെന്നുള്ളത്. അതൊക്കെയാണല്ലോ ഉള്ളതൊക്കെയാണല്ലോ ഇപ്പൊ ഓരോ ഇനാഗ്രേഷൻസിന് വരുമ്പോഴത്തേക്ക് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് അവരുടെ ബുക്കിൽ അവർ കാണിക്കും, ക്ലീവേജ് കാണിക്കും, അത് എന്റെ ഇഷ്ടമാണ്, സാരി ഉടുക്കുമ്പോഴത്തേക്കും ഞാൻ നേവല് കാണിച്ചുകൊണ്ട് തന്നെ ഉടുക്കും, അത് എന്റെ ഇഷ്ടമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് ഇവര് പബ്ലിക്കായിട്ട് വരുന്നു, അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഇവരുടെ വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് കാണുന്ന ആൾക്കാർ കമന്റ് പറയും. അങ്ങനെ ഇട്ടുകൊണ്ട് വരാനും കാണിക്കാനും ധൈര്യമുള്ള ആള് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുമ്പോ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ? അവർക്കറിയാം നല്ലത് ചെയ്താലൊന്നും അവർ ഇത്രത്തോളം ഒരു പ്രശസ്തിയിൽ എത്തില്ല. കാരണം നെഗറ്റീവ് റീച്ചിലൂടെയാണ് അവർ ബിഗ് ബോസ് വരെ എത്തിയത്. അല്ലാതെ അവരുടെ മഹിമ കൊണ്ടോ അല്ലെ അവരുടെ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. നമ്മളെ പോലെയുള്ള കുറേ അധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് നല്ല രീതിയിൽ എടുത്ത് റിയാക്ട് ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ താരമായി. അങ്ങനെ ബിഗ് ബോസിലേക്ക് വിളിച്ചു. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരായിപ്പോയി രേണുസുതി എന്ന് പറയുന്ന ഒരു താരത്തെ ബിഗ് ബോസിലേക്ക് വിളിച്ചത്. കാരണം നമ്മൾ കണ്ടതാണല്ലോ രേണുസുതി അതിനകത്ത് പോയി കാണിച്ചത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. തലചൊറിച്ചിലും പേമ്പിടുത്തവും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണുസുതി ഇപ്പൊ ഉള്ള ഒരു രേണുസുതി അല്ലായിരുന്നു. ബിഗ് ബോസിൽ വന്നപ്പോ രേണുസുതി ആകെ സൈലന്റ് ആയി, കാം ആൻഡ് ക്വയറ്റ്, പാവമായിട്ടുള്ള ഒരു കുട്ടിയെ പോലെയൊക്കെ ആയിരുന്നു. രേണുവിന്റെ നെഗറ്റീവ് ഒക്കെ ബിഗ് ബോസിനകത്ത് പോയപ്പോഴത്തേക്കും ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുത്തില്ലായിരുന്നു എങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മൊത്തത്തിൽ പോയി. കാരണം ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് നല്ല രീതിയിൽ അഹങ്കാരം കൂടിയത്. അഹങ്കരിക്കട്ടെ, കാരണം ബിഗ് ബോസ് വരെയൊക്കെ പോയ ഒരു താരമല്ലേ, അപ്പൊ അവർക്ക് അഹങ്കരിക്കാനുള്ള ഒരു അർഹതയുണ്ട് എന്ന് തന്നെ പറയാം. ഇനിയും രേണുസുതിയുടെ ഇതുപോലുള്ള കോപ്രായങ്ങളും ഊളത്തരങ്ങളും നമ്മൾ കാണേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ രേണുസുതി ഇനിയും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെതിരെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും രേണുസുതിയെ കുറിച്ച് പയ്യന്റെ പ്രതികരണം ഒന്ന് കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പഞ്ചായത്തിൽ ഐശ്വര്യ നാട് കേരളത്തിലും വന്നു. അങ്ങനെ ഇവിടെ രേണാസുരയ്ക്ക് പുതിയൊരു പേരും കൂടെ കിട്ടി, ഒട്ടകം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മാന്യമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന ചില അലവലാദികളോട്, അതായത് രേണുസുതിയെ തലയിൽ തങ്ങുന്ന കുറേ അലവലാദികൾ വന്ന് ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടാറുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീയൊക്കെ കമന്റ് ഇട്ടങ്ങ് മെഴുക്, അത്രേ എനിക്ക് പറയാനുള്ളൂ.